ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അതിന് പാർട്ട് 2 ആണ് ഈ ഒരു വീഡിയോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എൻ്റെ ചെയ്തത് ഒരു നോട്ടീസ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേറൊരു നോട്ടീസും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി വെച്ചിട്ട് ഇത് തുടങ്ങാം. ക്വസ്റ്റ്യൻ നോക്കാം. ദിൽന ബിക്കം എ ഹീറോ. ഷി വാസ് ഇൻവൈറ്റഡ് ടു ചെറുപ്പടി ഫയർ സ്റ്റേഷൻ ടു റിസീവ് എൻ അവാർഡ്. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പ്രോഗ്രാം. അപ്പം ദിൽനെ ഒരു അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചെന്ന് നമുക്കറിയാം. അപ്പം അതിനൊരു നോട്ടീസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇവിടെ നമുക്ക് വെന്യൂ തന്നിട്ടുണ്ട്, അതായത് പരിപാടി നടക്കുന്ന സ്ഥലം ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ ഹാൾ. അതുപോലെ തന്നെ ഡേറ്റ് തന്നിട്ടുണ്ട് 10th July 2025. ടൈം തന്നിട്ടുണ്ട് 10 AM. അതുപോലെ തന്നെ ഒരു ചീഫ് ഗസ്റ്റിൻ്റെ പേരും കൂടെ തന്നിട്ടുണ്ട്. അത് ഡിസ്ട്രിക്ട് കളക്ടറാണ് വരുന്നത്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഒരു നോട്ടീസ് ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ പോലെ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഒരു നോട്ടീസ് ഉണ്ടാക്കാനാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. അപ്പം നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ കഴിഞ്ഞ ആ ഒരു നോട്ടീസിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്താൽ തന്നെ നമുക്കൊരു നോട്ടീസാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളൊരു എക്സാമ്പിൾ ആയിട്ടുള്ളൊരു ആൻസർ കാണിച്ചു തരാം. അപ്പോൾ നോട്ടീസിൻ്റെ തുടക്കത്തിൽ നമ്മൾ നോട്ടീസ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ഇങ്ങനെ എഴുതണം. അത് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആ ഒരു ഹെഡിങ് പോലെ തന്നെ ഹോണറിങ് അവർ ലിറ്റിൽ ഹീറോ എന്നായിരുന്നു ആ ഒരു ഹെഡിങ്. ഞാനിവിടെ ഹീറോയിൻ എന്നാക്കി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ടൈറ്റിൽ ഇഷ്ടമുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ ആ ഒരു ടൈറ്റിൽ കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഇത് ഏത് ആൾക്കാരാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ ചെറുവപ്പടി ഫയർ സ്റ്റേഷനാണ് ഈ ഒരു പരിപാടി കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആ ഒരു സ്റ്റേഷൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ നോട്ടീസിൽ ആ ഒരു സ്കൂളിൻ്റെ പേരായിരുന്നു. അപ്പം ഇവിടെ ഞാൻ ഫയർ സ്റ്റേഷൻ്റെ പേര് കൊടുത്തു. അതിൻ്റെ അടിയിൽ ഈ ഒരു പരിപാടി എപ്പോഴാണ് നടക്കുന്നത് എന്നുള്ള ആ ഒരു ഡേറ്റ്, അതായത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ആ ഒരു ഡേറ്റും ടൈമും എഴുതിയിട്ടുണ്ട്. ടൈം എഴുതുമ്പോൾ അറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വെന്യൂ എഴുതണം. വെന്യൂ എന്ന് എഴുതിയിട്ട് 2 ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെയാണ് എഴുതേണ്ടത്. എവിടെയാണെന്ന് വെച്ചാൽ ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ ഹാൾ, അതും നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. വെന്യൂ എന്ന് പറഞ്ഞാൽ പരിപാടി നടക്കുന്ന സ്ഥലം, അതായത് ഹാള്, ഓഡിറ്റോറിയം, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാനിവിടെ ഡിയർ ഫ്രണ്ട്സ് എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് ഞാൻ എഴുതിയത് വി ആർ ഹാപ്പി ടു ഇൻവൈറ്റ് യു എ സ്പെഷ്യൽ പ്രോഗ്രാം ടു ഹോണർ അവർ ലിറ്റിൽ ഹീറോയിൻ ദിൽന വു ബിക്കം എ ഹീറോയിൻ ത്രൂ ഹെർ ബ്രേവ് ആക്ഷൻ ഈസ് ബീയിങ് ഹോണർഡ് ഇൻ എ സ്പെഷ്യൽ അവാർഡ് സെറമണി. അപ്പം നമ്മുടെ ഈ ഒരു ദിൽനൻ്റെ ഈ ഒരു നമ്മുടെ ഒരു കുട്ടി ഹീറോയിനെ നമ്മൾ എന്താക്കാണ് അവളുടെ ആ ഒരു ബുദ്ധിപരമായ ഒരു ആക്ഷന് എടുത്തതിനെ തുടർന്ന് നമ്മൾ അവളെ ഒന്ന് അവാർഡൊക്കെ കൊടുത്ത് ഒന്ന് ഇതാക്കാൻ പോവാണ്. അപ്പം ആ ഒരു പരിപാടിയിലേക്ക് എല്ലാവരെയും ഞാൻ നിങ്ങളെയൊക്കെ ക്ഷണിക്കുന്നു എന്നാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ ചീഫ് ഗസ്റ്റിൻ്റെ പേര് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അപ്പം ആ ഒരു ഗസ്റ്റിനെ നമ്മൾ പരിചയപ്പെടുത്തണം. ദിസ് പ്രോഗ്രാം വിൽ ബി ഇനോഗ്രേറ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗസ്റ്റിൻ്റെ പേര് എഴുതി കൊടുക്കാം. ഞാൻ പിന്നെ ഇവിടെ വേറൊരു മോഡൽ എഴുതിയിട്ടുണ്ട്, സിമ്പിളാക്കിയിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതായത് അവർ ചീഫ് ഗസ്റ്റ് ഈസ് ഡിസ്ട്രിക്ട് കളക്ടർ, ഓൾ ആർ വെൽക്കം. അപ്പം നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡിസ്ട്രിക്ട് കളക്ടറാണ്. അപ്പം എല്ലാവരെയും ക്ഷണിക്കുന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, അവർ പ്രോഗ്രാം വിൽ ബി ഇനോഗ്രേറ്റഡ് ബൈ അവർ എന്താ പറയുക ഡിസ്ട്രിക്ട് കളക്ടർ എന്നൊക്കെ കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഓൾ ആർ വെൽക്കം, എല്ലാവരെയും ക്ഷണിക്കുന്നു എന്നൊക്കെ നമുക്ക് എഴുതാം. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ ആ ഒരു സ്ഥലം കൊടുക്കുക, അതായത് ചെറുവപ്പടിയല്ലേ നമ്മുടെ സ്ഥലം, അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കൊടുക്കുന്ന ഡേറ്റ് ഈ ഒരു നോട്ടീസ് പ്രിൻ്റ് ചെയ്യുന്ന ഡേറ്റ്, അതായത് നമ്മുടെ ഈ പരിപാടി ഇപ്പം എന്താ പറയുക ഇപ്പോൾ ജൂലൈ 5-നാണ് നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു 4-5 ദിവസം മുന്നേ ഉള്ള ഡേറ്റ് നമ്മൾ എന്തിനു കൊടുക്കുക, ഈ ഒരു സ്ഥലത്ത് എഴുതാൻ കൊടുക്കുക. അപ്പോൾ ഞാൻ ജൂലൈ 10 ഉള്ളതുകൊണ്ട് ഞാനിവിടെ 1st July ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്യുന്ന ആ ഒരു ഡേറ്റാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ റൈറ്റ് സൈഡിൽ ആ ഒരു സ്ഥലം ഫയർ സ്റ്റേഷൻ ഓഫീസർ, അവിടെയുള്ള ആ ഒരു ഓഫീസർ എന്നും പറഞ്ഞിട്ട് അത് ഞാൻ വെറുതെ ഉണ്ടാക്കി കൈ നിർത്തി എഴുതിയാണ്. പിന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് എന്ത് എഴുതാം, ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ദ ഫയർമാൻ ഹെൽപ്പ് ദിൽനാസ് മദർ വേക്ക് അപ്പ്. ദിൽന വിഷ് ടു thank them. She made a call to fire station, enact the conversation between Dilna and the lady officer in the class. When write the conversation between Dilna
ആൻഡ് ദ ഓഫീസർ. അപ്പം ദിൽന എന്താ പറയുക, ആ ഒരു ഫയർമാൻ ഇവളുടെ അമ്മേനെ രക്ഷിച്ചതിനെ തുടർന്ന് അവൾ ആ ഒരു സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് താങ്ക് യു പറയാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പം ആ ഒരു കോൺവെർസേഷൻ എഴുതാനാണ് പറയുന്നത്. ഇവിടെ ലേഡി ഓഫീസറാണ് ഉള്ളത് അവിടെയുള്ള. അപ്പം ആ ഒരു സ്റ്റാഫും ഇവളും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നമുക്കിവിടെ ഉണ്ടാക്കേണ്ടത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓൾറെഡി ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നിട്ടുണ്ട്. അപ്പം ദിൽനയാണ് വിളിക്കുന്നത്. ഹലോ മാം, ഐ എം ദിൽന കോളിംഗ് ഫ്രം ചെറുവപ്പടി. അപ്പം സ്റ്റാഫ് പറയുന്നുണ്ട്, ഓ ഐ റിമെമ്പർ യു, ഹൗ ആർ യു ദിൽന എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു 2-3 കോൺവെർസേഷനും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഞാനെങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഐ എം ഫൈൻ മാം, അതായത് ഹൗ ആർ യു എന്നല്ലേ ചോദിച്ചത്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയാണ് തുടങ്ങുന്നത്. ദിൽന പറയാണ്, ഐ എം ഫൈൻ മാഡം, ഐ ജസ്റ്റ് കോൾ ടു സേ താങ്ക് യു, യു ആൻഡ് യുവർ ടീം ഹെൽപ്ഡ് മൈ മദർ ദാറ്റ് ഡേ, ഐ വിൽ നെവർ ഫോർഗെറ്റ് ഇറ്റ്. അപ്പം നിങ്ങൾ അന്ന് ചെയ്തെന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല, നിങ്ങളാണ് എൻ്റെ അമ്മേനെ രക്ഷിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ലേഡി ഓഫീസർ എന്താ പറയുക, ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു ഡിയർ, വി ജസ്റ്റ് ഡിഡ് അവർ ഡ്യൂട്ടി. അപ്പം ഞങ്ങളെ ഡ്യൂട്ടിയാണ് ചെയ്തത് മോളെ എന്നാണ് അവർ പറയുന്നത്. അപ്പം ദിൽന പറയാണ്, ബട്ട് ഇറ്റ് മെൻ്റ് എ ലോട്ട് ടു അസ്, മൈ ഫാമിലി ഈസ് വെരി ഗ്രേറ്റ്ഫുൾ. അപ്പം ദിൽന പറയാണ്, ഡ്യൂട്ടി ആണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ലേഡി ഓഫീസർ പറയാണ്, വി ആർ ഹാപ്പി ടു നോ ഷീ ഈസ് ഡൂയിങ് വെൽ, ടേക്ക് കെയർ ദിൽന. അപ്പം അമ്മ നന്നായിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു എന്ന് ഓഫീസർ പറയാണ്. പിന്നെ ദിൽന പറയാണ്, താങ്ക് യു അഗെയിൻ മാഡം, ബൈ. അപ്പം താങ്ക് യു പറഞ്ഞ് ബായ് പറയാണ് ദിൽന. അപ്പോൾ ലേഡി ഓഫീസർ എന്ത് പറയും, ബായ് ഡിയ എന്ന് പറഞ്ഞ് അവിടെ ആ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്തു. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഹിയർ ആർ സം പിക്ചേഴ്സ് വിച്ച് ഷോ സം എമർജൻസി സിറ്റുവേഷൻ, ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് എന്താ പറയുക, എമർജൻസി സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഒന്നൊരു ബോംബ് എക്സ്പ്ലോഷർ, പിന്നെ ഒന്ന് നമുക്കറിയാം റോഡ് ആക്സിഡൻ്റ് ആണ്, പിന്നെ ഒന്ന് പ്ലെയിൻ ക്രാഷ് ആണെന്നാണ് തോന്നുന്നത്, പ്ലെയിന് കത്തുന്നതാണ് കാണുന്നത്, പിന്നെ ഡ്രോണിങ്, അതായത് മുങ്ങി മരിക്കാൻ പോകുന്ന പോലെയാണ് കാണുന്നത്. അപ്പോൾ ഇതുപോലുള്ള വേറെ സിറ്റുവേഷൻസ് ഉണ്ടാവില്ല, എമർജൻസി സിറ്റുവേഷൻസ്, അത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഒന്ന് മെഡിക്കൽ എമർജൻസി, സഡൻ ഇൽനെസ് ഓർ ഇഞ്ചറി നീഡ്സ് ക്വിക്ക് ഹോസ്പിറ്റൽ കെയർ. അപ്പം പെട്ടെന്ന് ഹോസ്പിറ്റൽ കെയർ അത്യാവശ്യമുള്ള മെഡിക്കൽ ആയിട്ടുള്ള എമർജൻസി. പിന്നെ ഇലക്ട്രിക് ഷോക്ക് തട്ടുന്നത്, എന്തെങ്കിലും വയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ടച്ച് ചെയ്ത് പോയാൽ തട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പവർ ഓഫ് ചെയ്യണം, എന്നിട്ട് നമ്മൾ ഹെൽപ്പ് ചോദിക്കണം. പിന്നെ ഉള്ളതാണ് ഡ്രൗണിങ്, അതായത് മുങ്ങി മരണമല്ല, മുങ്ങൽ, അതായത് വെള്ളത്തിൽ മുങ്ങുമല്ലോ. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ റെസ്ക്യൂവിന് വേണ്ടിയിട്ട് കോൾ ചെയ്യണം. പിന്നെ ഹൗസ് ഫയർ, അതായത് വീട്ടിൽ കിച്ചണിലോ അങ്ങനെ തീ പിടിക്കൽ. പിന്നെ ഉള്ളത് റോഡ് ആക്സിഡൻറ്റ്, വെഹിക്കിൾസ് ക്രാഷ് ഓൺ റോഡ്, കോൾ ആംബുലൻസ് ക്വിക്ക്ലി. അപ്പം റോഡിൽ നിന്ന് വെഹിക്കിൾസ് ക്രാഷ് ചെയ്താൽ നമ്മൾ ആംബുലൻസിനെ പെട്ടെന്ന് വിളിക്കണം. പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റർ, ഫ്ലഡ് ഓർ എർത്ത് ക്വേക്ക് ഹിറ്റ്, സ്റ്റേ സേഫ്, ഫോളോ അലേർട്സ്. അപ്പം എർത്ത് ക്വേക്ക്, അതായത് ഭൂമി കുലുക്കോ വെള്ളപ്പൊക്കമോ പോലുള്ള എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സേഫായിട്ട് ഇരിക്കണം, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് കൊണ്ടിട്ട്. ഇത്രയും നിങ്ങൾ എഴുതണമെന്നൊന്നുമില്ല, ഞാൻ പിന്നെ കുറേ എക്സാമ്പിൾസ് തന്നാണ്. പിന്നെ നമുക്ക് ഗെറ്റിംഗ് ലോസ്റ്റ്, ചൈൽഡ് ഓർ എൽഡർ മിസ്സിങ്, കോൾ പോലീസ് ഫോർ ഹെൽപ്പ്. അപ്പം കുട്ടികളെ കാണാണ്ടൊക്കെ ആവുമല്ലോ, അപ്പോൾ നമുക്ക് പോലീസിനെ ഹെൽപ്പിന് വിളിക്കാമെന്നാണ് പറയുന്നത്. പിന്നെ ഫുഡ് അലർജി, പെട്ടെന്ന് വരുന്ന എന്തെങ്കിലും ബാഡ് ഫുഡിൻ്റെ കാരണം എന്തെങ്കിലും ഒരു അലർജിക് റിയാക്ഷൻ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഡോക്ടറിനെ പെട്ടെന്ന് വിളിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ ഒരു സംഭവം തന്നിട്ടുണ്ട്. ദിൽന ആൻഡ് ഹർ ബ്രദർ വർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ്, ഷീ റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺ ഇറ്റ്. അപ്പം ദിൽന ബാക്ക് യാർഡ് ഡോർ എന്നത് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പം അതുപോലത്തെ നെയിമിങ് വേർഡ്സ്, അതായത് പീപ്പിൾ, പ്ലേസ്, ആനിമൽസ്, പിന്നെ എന്തെങ്കിലും ഒരു തിങ്സ്. അപ്പം അതിൻ്റെയൊക്കെ പേരുകൾ ഈ ഒരു സ്റ്റോറിയിൽ നിന്നും കിട്ടുന്നത് എടുത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പം ഞാൻ കുറച്ച് വേർഡ്സ് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് എന്ത് എഴുതാം, ഐസക്ക് എഴുതാം, ഹൗസ്, ഫയർ സ്റ്റേഷൻ, കിച്ചൺ, കുക്കീസ്, പ്ലേറ്റ്, ടേബിൾ, ഫോൺ, ചെറുവപ്പടി, വാട്ടർ, അവാർഡ്. അപ്പം ഇതുപോലുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ഇനിയും ടെക്സ്റ്റിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇനിയും എടുത്തെഴുതാം. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, ഇതിൽ കുറച്ച് ആക്ഷൻസും ഉണ്ട്. അപ്പം ഒരു സെൻറ്റൻസ് നമുക്കതിൻ്റെ താഴെ കാണാം. അതിൽ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് അവരെന്താണോ ചെയ്യുന്നത് അതിൻ്റെ ആക്ഷൻ എന്താ പറയുക, ആക്ഷൻ വേർഡ് കംപ്ലീറ്റ് ചെയ്യാനാണ്. അതായത് അവരെന്താണ് ചെയ്യുന്നത് ആ ഒരു വേർഡ് നമുക്ക് പൂർത്തിയാക്കി കൊടുക്കണം. ഫസ്റ്റ് നോക്കുകയെന്ന് വെച്ചാൽ, ഐസക് ഈസ് ഡാഷ് ദ ട്രീ. അപ്പം ഐസക് എന്താക്കാണ്, അപ്പോൾ ട്രീയിൽ ക്ലൈംബ് ചെയ്യാണ്, അപ്പോൾ നമുക്ക് ക്ലൈംബ് എന്ന് എഴുതാം. അതുപോലെ തന്നെ ദിൽന ഈസ് എന്ത് ചെയ്യാണ്, അവൾ സ്കിപ്പിംഗ് ചെയ്യാണ്, അപ്പോൾ നമുക്ക് സ്കിപ്പിംഗ് എന്ന് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് നോക്കുകയെന്ന് വെച്ചാൽ, ദേ ആർ
ഡാഷ് ഫാസ്റ്റ്. അപ്പം അവർ ഓടുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് റണ്ണിങ് എന്ന് എഴുതാം. അതുപോലെ തന്നെ ദിൽന ഈസ് ഡാഷ് ദ ബുക്ക്. അപ്പം അവൾ ബുക്ക് വായിക്കുന്നതായിട്ട് കാണുന്നതുകൊണ്ട് നമുക്ക് റീഡിങ് എന്ന് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് ദേ ആർ ഡാഷ് ദ ടി വി. അപ്പം അവിടെ അവർ ടി വി കാണുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം ദേ ആർ വാച്ചിങ് എന്ന് എഴുതി കൊടുക്കണം. ഇനി നെക്സ്റ്റ് ദേ ആർ ഡാഷ് വിത്ത് ദ ഫ്രണ്ട്സ്. അപ്പം അവിടെ കളിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ദേ ആർ പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ് എന്ന് എഴുതാം. നെക്സ്റ്റ് ആക്ടിവിറ്റി, അതായത് ലാസ്റ്റ് ആക്ടിവിറ്റി, നമുക്കിങ്ങനെ കുറേ പോയിൻറ്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട് സെൻറ്റൻസസ്. അതായത് നമ്മുടെ ഈ ഒരു സ്റ്റോറിത്തെ ഓരോ ഇൻസിഡൻസ് ആണ് തന്നിട്ടുള്ളത്, ഓരോരോ സന്ദർഭങ്ങൾ. അപ്പം അത് ഓർഡർ ഇല്ലാണ്ടാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഓർഡർ നോക്കിയിട്ട് എഴുതാം. അപ്പോൾ ഫസ്റ്റ് വരിക എന്താണെന്ന് വെച്ചാൽ ദിൽന ആൻഡ് ഹർ ലിറ്റിൽ ബ്രദർ വർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ്. നെക്സ്റ്റ് ദേ സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. പിന്നെ ഓർഡർ അനുസരിച്ച് നോക്കാന്ന് വെച്ചാൽ ദിൽന റഷ് ടു ഹർ മദർ ആൻഡ് ഷുക്ക് ഹർ ജെൻലി. അപ്പം അതാണ് തേർഡ് വരുന്നത്. പിന്നെന്താ വരിക, അവളമ്മ എണീക്കാത്തതുകൊണ്ട് ഷീൻ റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101. അപ്പം അത് കഴിഞ്ഞപ്പം എന്താവും, 2 firemen റഷ്ഡ് ഇൻ ടു ദ ഹൗസ്. പിന്നെ ദ മദർ സ്മൈൽഡ് അറ്റ് ദ ഫയർമെൻ ആൻഡ് താങ്ക്ഡ് ദം. ലാസ്റ്റായിട്ട് ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദ ഫയർ സ്റ്റേഷൻ ടു റിസീവ് എൻ അവാർഡ്. അപ്പം ഇതാണ് ഇതിൻ്റെ നമ്മുടെ ആ ഒരു സ്റ്റോറിയുടെ ഓർഡർ. അപ്പം ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാനേ ഉള്ളൂ, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.